ഞാൻ എന്ത് പറഞ്ഞാലും അവിഹിതം പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തേക്കുന്ന ടോപ്പിക് അവിഹിതമാണ്. അപ്പൊ അതല്ലേ ഞാൻ പറയാൻ പാടുള്ളൂ. ഇന്ന് പറയുന്നത് ഒരു അവിഹിതത്തിന്റെ കഥയാണ്, നടന്ന സംഭവമാണ്. ഇത് നടന്നേക്കുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു ബംഗ്ലാവ് വീട്ടിലേക്ക് ഒരു ചെക്കൻ ജോലിക്ക് വരുന്നുണ്ട്. പാടി തൊണ്ട പൊട്ടിപ്പോയി. അപ്പം അവൻ ജോലിക്ക് വരുമ്പം അവിടെ ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ കുറച്ച് അവരും ഇവിടെ ജോലിക്കൊക്കെ വന്നവരാണ്. ഈ ചെക്കന് ഒരു 27 വയസ്സ് ഉള്ളു. പക്ഷേ കണ്ട വളരെ ചെറിയ ചെക്കനെ പോലാണ് ഉള്ളത്. ഈ ഒരു സ്ത്രീക്ക് 31 വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ട ഒരു 50 വയസ്സ് പോലെയും ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് കാണുന്നു. അപ്പം ഈ ചെക്കൻ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവന് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമുണ്ട്. അതും വളരെ ചെറിയ കുട്ടിയാണ് അവൻ കല്യാണം കഴിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു 10-15 വയസ്സിലെ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. ആ കുട്ടിക്കും കണ്ടാൽ ഒരു 10-20 വയസ്സ് പോലെ ആണ് ആ കുട്ടിയുള്ളത്. സോറി കേട്ടോ, പാട്ട് പാടിയതാണ്, തൊണ്ട പൊട്ടിപ്പോയി. വലിച്ചീറിയല്ലേ പാടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. എഡിറ്റ് ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ മാറ്റും. ഞാനതെല്ലാം പഠിക്കും. അങ്ങനെ ഇവരിങ്ങനെ ഈ ചെക്കൻ ആ കുട്ടിയാണെങ്കിൽ തമിഴ്നാട്ടിലും ഈ ചെക്കനും ഈ പിന്നെ പെണ്ണുമ്പിള്ളയും അവിടെ ആ ബംഗ്ലാവ് വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഇപ്പം ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളൊന്നും തോന്നരുത്, ഇത് നടന്ന സംഭവമാണ്, ഇതൊരു കഥയാണ്, കഥയല്ല, കഥ പോലൊരു സംഭവം. അപ്പം ഈ ചെക്കൻ അവിടെ നിന്നിട്ട് ഈ സ്ത്രീയോട് അവന് ഭയങ്കര പ്രേമമായി പോയി. അതിലും കൂടുതൽ ഈ സ്ത്രീക്ക് അവനോട് ഭയങ്കര പ്രേമമായി പോയി. പ്രേമം അങ്ങനെ ഭയങ്കരമായിട്ട് കൊടുപിരി കൊണ്ടെന്നല്ലേ പറയുന്നത്, കൊടുപിരി കൊണ്ടു. അപ്പം ഈ ഒരു മുതിർന്ന സ്ത്രീകൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചെക്കന്മാരോട് അടുപ്പം കാണിക്കും. ഈ ചെറിയ ചെക്കന്മാർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ വളരെ മുതിർന്ന സ്ത്രീകളോട് ഭയങ്കര അടുപ്പം കാണിക്കും. മുതിർന്ന സ്ത്രീകളാവുമ്പം അവർ അമ്മയെ പോലെ അങ്ങ് നോക്കിക്കോളും, എന്തെങ്കിലും താങ്ങിക്കോളും. പണം വേണമെങ്കിൽ പണം കൊടുക്കും, പിന്നെ ഡാഷ് വേണമെങ്കിൽ ഡാഷ് കൊടുക്കും, എല്ലാം കൊടുക്കും. ചെക്കന്മാർക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടതെല്ലാം ശരിക്കും തരും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഈ മുതിർന്ന സ്ത്രീകളെ തേടി പിടിച്ചുകൊണ്ട് ഈ ചെറിയ ചെക്കന്മാർ നടക്കുവാണ്. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ എല്ലാ രീതിയിലും അവനെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർ ഗൾഫിലോ ദുബായിലോ അവിടെയൊക്കെ പോയി കുറച്ച് പണമൊക്കെ റെഡിയാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഇവന് കൊടുത്തു. ഇവനിതെല്ലാം കൊണ്ടുപോയി ഭാര്യയുടെ കൊടുത്തു. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കുറച്ച് നാൾ പോയി, മാസങ്ങളായി. ഇവർ എപ്പോൾ നോക്കിയാലും വാടാ നമുക്ക് ലോഡ്ജിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോക്കണമെന്നാണ് ഈ ചെക്കൻ പറയുന്നത്. എനിക്കൊരു സമാധാനമേ തരത്തില്ല. പൈസ എല്ലാം കൊടുത്തിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് ലോഡ്ജിലേക്ക് പോകും ഈ സ്ത്രീ. അപ്പം എന്തിനാണെന്നൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇനി അതൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും പച്ചക്കറി വിശദീകരിച്ച് പറയാനൊക്കെ ആഗ്രഹമുണ്ട്, ഞാനങ്ങ് പറയും. എനിക്ക് നാണക്കേടൊന്നുമില്ല, നടക്കുന്ന കാര്യമല്ലേ. നടക്കുന്ന കാര്യം പറയുന്നതിന് എന്തിനാണ് നമ്മൾ നാണം കെടുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ കാലങ്ങളിങ്ങനെ പോയി കഴിഞ്ഞു. അപ്പം ഈ പെണ്ണുപിള്ള പ്രഗ്നൻ്റായി കഴിഞ്ഞ് ഇതിലൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പം നീ എന്നെ ഉപേക്ഷിക്കുകയോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെ നല്ലതായിട്ട് നോക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഈ ചെക്കൻ്റെ കൂടെ ഓടി വന്നത് കാരണം, നമ്മൾ ഒളിച്ചോടി വന്നത് കാരണം, അയ്യോ തൊണ്ട വയ്യേ, കറകറാന്നടിക്കുന്നു, ഭയങ്കര ഹൈ പിച്ച് പാട്ട് വലിച്ചു കീറി പാടിയതാ, തൊണ്ട ഉടഞ്ഞു പോയി തോന്നുന്നു. സോറി കേട്ടോ. അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഇവളെയും ഒറിജിനൽ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, ഞാൻ എന്താ പറയുന്നത്, ഇങ്ങനൊരു സംഭവമായിപ്പോയി, ഒരു കുഞ്ഞുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അവളും അത് ഓക്കെ പറഞ്ഞു. ഇവൾക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവൾ വളരെ ചെറുപ്പത്തിൽ ഈ ചെക്കൻ്റെ കൂടെ ഓടിപ്പോയത് കാരണം കുടുംബക്കാരൊക്കെ അങ്ങ് വെളിയിലിറക്കി. ഈ ചെക്കൻ്റെ കുടുംബത്താണ് ഈ പെണ്ണ് താമസിക്കുന്നത്. അവിടെ പെങ്ങളും അനിയനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ ചെക്കൻ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് അങ്ങനെ കുടുംബം നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു കുടുംബമായിരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ, ഇവർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ചെക്കനെ കണ്ട് പ്രേമിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സംസാരിക്കാൻ വയ്യ. അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചു വെച്ചാൽ ഇവരിങ്ങനെ ഉറങ്ങുമായിരുന്നു. 3 കുട്ടികൾ സൈഡിലും 4 കുട്ടികൾ സൈഡിലും, പിന്നെ ഈ ലെഫ്റ്റിൽ ഒരു ഭാര്യ, റൈറ്റിലൊരു ഭാര്യ, ഇവൻ സൈഡിലായിട്ട് കിടന്നു. സങ്കൽപ്പിച്ചു നോക്കൂ. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവൻ രാത്രിയിൽ ആ ഒരു സ്ത്രീയുടെ, സ്വന്തം ഭാര്യയുടെ അല്ല, ആ സ്ത്രീയുടെ ദേഹത്തോട്ട് അതൊക്കെ നിങ്ങളങ്ങ് സങ്കല്പിച്ചാൽ മതി. അത് ഒറിജിനൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രണ്ടുപേരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇനി ഇത് ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ബാക്കിൽ ആ ഒരു കാമ്പൗണ്ടിൽ തന്നെ ബാക്കിൽ ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ താമസിപ്പിക്കുന്ന ഈ സ്ത്രീയും കുഞ്ഞിനെയും. അങ്ങനെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബം ഇങ്ങനെ ഒന്നും പ്രശ്നമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അപ്പോഴത്തേനും ഈ പണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവരിങ്ങനെ ജോലിക്ക് പോകുന്നില്ല, ഇവരുടെ കയ്യിലെ പണമെല്ലാം തീർന്നു പോയി, സ്ത്രീയുടെ പണമെല്ലാം തീർന്നു പോയി. ഈ ചെക്കനാണെങ്കിൽ ജോലിക്ക് പോകുന്നത് രണ്ട് കുടുംബത്തിനും നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഇവൻ കുറേശ്ശെ ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നത് ഒരു 10 അടി അകലത്തിലാണ് വീടെന്ന് തോന്നുന്നു. പോകുന്നത് ഒക്കെ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. അപ്പം ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഈ ചെക്കൻ അവിടെ പോയാലും ഇവനെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. അപ്പം അവിടെ പോയാലും ഇവരോട് ഒരു കണക്ഷനും ഇല്ല. അപ്പോഴത്തേനും ഇവർക്ക് അങ്ങ് ഭ്രാന്ത് പിടിച്ചു. എന്ത് കണക്ഷനാണ് എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചോണം. പച്ചയായിട്ടൊക്കെ ഞാൻ പറയും, പിന്നെ ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലെന്ന് വിചാരിച്ചാട്ടോ. അപ്പം ഈ ചെക്കനൊന്നും വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേന് ഈ സ്ത്രീ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണ്. എന്നെ ഇഷ്ടമല്ല, അവളെയാണ് ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കൂടെ എന്താണ് വരാത്തത്, ഇങ്ങനെയല്ല കുറച്ച് പച്ചയായിട്ടൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാവുന്നു. ഇവർ പരസ്പരം അടിയുണ്ടാവുന്നു. റോഡിൽ കിടന്ന് അടി വെക്കുന്നു, അങ്ങനെ അടി വെക്കുന്നു, ഇങ്ങനെ അടി വെക്കുന്നു. പിന്നെ അത് പോലീസിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പം അവിടെ ഒരു ചോദ്യചിഹ്നം വന്നു. എന്താണെന്നറിയാമോ? വെപ്പാട്ടിക്ക് ഇത്രയൊക്കെ ഉള്ള അധികാരങ്ങൾ, കൂടുതൽ അധികാരങ്ങളൊന്നുമില്ല. ചെലവിന് വേണമെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു കാണുമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന്. ഒറിജിനൽ ഭാര്യയ്ക്കും വെപ്പാട്ടിക്കും ഉള്ള അധികാരം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഒരു വെപ്പാട്ടിക്ക് ജനിക്കുന്ന കുട്ടികളോ ആ ഒരു അഡീഷണൽ അല്ല അങ്ങനെയുള്ള ഒരു സ്ത്രീക്കോ ഒരു കാരണവശാലും സമൂഹത്തിലോ കുടുംബത്തോ യാതൊരു വിധത്തിലുള്ള മര്യാദയും ഉണ്ടാവത്തില്ല. അവർക്ക് പിറക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവത്തില്ല. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ പോയിന്റ് അതാണ്. പോലീസ് കൈയൊഴിഞ്ഞു. അപ്പം ഒരു പ്രധാനപ്പെട്ട ഒരാളെ കണ്ട് മധ്യസ്ഥതയ്ക്കാകെ ഇവർ അവിടെ വന്നേക്കുവാണ്. അപ്പോഴാണ് ഈ സംസാര വിഷയങ്ങളൊക്കെ നടന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ആ സ്ത്രീയും, ആ ഒരു മധ്യസ്ഥ വഹിക്കാനിരിക്കുന്ന സ്ത്രീയും ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഒരു വെപ്പാട്ടിയാണ്. പച്ചയായിട്ട് പറയുന്നില്ല, അവർ പറയുന്നില്ല, ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് അത്രയൊക്കെ അധികാരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ത്രീ ലാസ്റ്റ് വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, അവനില്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുഞ്ഞുണ്ട്, എനിക്ക് ഇവനാണ് വേണ്ടത്, എനിക്ക് വേറെ ആരും വേണ്ട എന്നെല്ലാം അവൾ അത്രയും പറഞ്ഞു നോക്കി. ഈ ചെക്കൻ പറഞ്ഞു, എനിക്ക് ഒരു കാരണവശാലും വേണ്ട, എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും മാത്രം മതി, എനിക്ക് വേണ്ട എന്ന് അവൻ തീർത്ത് പറയുന്നു. ഇവിടെ ഒരുപാട് പിടിച്ചു നോക്കി, എനിക്ക് വേണം, നീ എനിക്ക് വേണോടാ, അങ്ങനാടാ, ഇങ്ങനാടാ, എൻ കൂടെ ജീവിക്കടാ, ഇതാന്നെല്ലാം പറഞ്ഞു നോക്കി. പക്ഷേ ആ സ്ത്രീയല്ല, അവൻ സമ്മതിച്ചില്ല. അങ്ങനെ അല്ല, ഞാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് വരെയും ഇത് തന്നെ പോയി കഴിഞ്ഞിട്ട് ഞാനും ലാസ്റ്റ് ആ ഒരു സ്ത്രീയുടെ കാര്യം പറച്ചിലും അവരുടെ സങ്കടമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. ഞാൻ ലാസ്റ്റ് വിചാരിച്ചു, അപ്പോൾ ഇവനും വേണ്ടാന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇവനൊരു വാക്ക്, ഞാൻ രണ്ടുപേരെയും നോക്കിക്കോളാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ രണ്ടുപേരെയും നോക്കിക്കോളാം, എൻ്റെ ഭാര്യയെ നോക്കിക്കോളാം എന്ന് ഒരു വാക്ക് അവൻ പറയുന്നില്ല. കാരണം അവിടെ സ്നേഹം ഇല്ലാതെ പോയി. അവിടെ ഉണ്ടായിരുന്നത് കാമമായിരുന്നു. അതാണ് അവനങ്ങനെ പറയാൻ പറ്റാത്തത്. സ്നേഹം ഉണ്ടായാൽ മാത്രമേ ഒരു പെണ്ണ് നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയുമ്പം പറയാൻ തോന്നത്തുള്ളൂ. മറ്റേതാണെങ്കിൽ ഒരു സമയം, ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു ദിവസമോ, അല്ലെങ്കിൽ ഒരു നാളോ, അല്ലെങ്കിൽ ഒരു മാസമോ, ഇങ്ങനെ അങ്ങ് ആ ഒരു അവസ്ഥയിൽ തീർന്നു പോകുന്ന സ്നേഹം പെട്ടെന്ന് തീർന്നു പോകത്തില്ല. സ്നേഹം നമുക്ക് ഇമോഷണൽ ഉണ്ടാക്കി തരും. അതിൽ കൂടി നമുക്ക് സ്നേഹത്തെ കളയാൻ പറ്റത്തില്ല. അതിൽ നിന്നാണ് അതിങ്ങനെ ഡെവലപ്പായി വരുന്നത്. മറ്റേ സാധനം അങ്ങനല്ല. അത് ആ സ്പോട്ടിൽ നഷ്ടപ്പെട്ടു പോയ അപ്പം ഇവരിങ്ങനെ ഞാൻ ഈ ചെക്കൻ ഇങ്ങനെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഈ സ്ത്രീ ലാസ്റ്റ് അവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. ഞാൻ ലാസ്റ്റ് വരെയും വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ ചെക്കൻ ഞാൻ നോക്കിക്കോളാം, നിന്നെ ഞാൻ വിടത്തില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം, നമ്മുടെ മോളെ നോക്കി നിന്നെ നോക്കിക്കോളാം എന്നൊരു വാക്ക് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ലാസ്റ്റ് വരെയും പറഞ്ഞില്ല. അവൻ ശരി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഒരു സമൂഹത്തിന് ഒന്ന് നേരെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇത്.
അപ്പം നിങ്ങൾ വേണമെങ്കിൽ കുഞ്ഞിന് വേണ്ടി ചോദിക്കാം, ചിലവന് ചോദിക്കാം, അല്ലാതെ എൻ്റെ കൂടെ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ല. അങ്ങനെ ഒരു സമൂഹം അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ റിലേഷൻ സമൂഹം അംഗീകരിക്കാത്ത ഒരു റിലേഷനായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അതിങ്ങനെ സങ്കടത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു അവൻ്റെ ഭാര്യയെ അടുത്തിരിപ്പുണ്ട്. അവൻ്റെ ഭാര്യ അതിസുന്ദരിയായിട്ടൊരു പെണ്ണാണ്. ഇവനെന്താണ് ഭ്രാന്താണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഇവനിങ്ങനെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് ഒരു കോളേജൊക്കെ നടന്നു പോകുന്ന പോലെ ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് അവനങ്ങ് പോയി. ഇവിടെ അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണ് എപ്പോഴും പെണ്ണാണ്, ആണ് എപ്പോഴും ആണാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആർക്കും. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. അടങ്ങി ഒതുങ്ങിയിരിക്കണം. കല്യാണം കഴിക്കാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കരുത്. ഫസ്റ്റ് കാര്യം അത്. പിന്നെ ആവശ്യമില്ലാത്ത ഈ ചെക്കന്മാരോട് കണക്ഷൻ വെക്കരുത്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കഥ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നേ കൊള്ളാം. ഞാനിങ്ങനെ ഇഷ്ടം പോലെ ഇത് ഒറിജിനൽ നടന്ന സംഭവമാണ് കേട്ടോ. ഇത് യഥാർത്ഥമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം അവർക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും. ആരും ഇല്ലേ പിന്നെ എന്തിനാ ചെറിയ ചെക്കനെ സ്നേഹിക്കാൻ പോയത്? നമ്മൾ മനസ്സിലാക്കണ്ടേ? ചെറിയ ചെക്കന്മാർ വന്നിട്ട് ഡാഷ് 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 പോകും. നമ്മൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. പെണ്ണുങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാണിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും പവർഫുൾ അല്ലേ നമ്മൾ? താങ്ക് യു.